അഞ്ചൽ ഈട്ടിമൂട് ജംഗ്ഷന് സമീപം സ്വകാര്യ വ്യക്തി വളർത്തുന്ന നായകൾ സമീപവാസികൾക്ക് ഭീഷണിയാകുന്നു. സംഭവത്തിൽ ജില്ലാ കളക്ടർക്ക് ഉൾപ്പെടെ പരാതി നൽകിയിട്ടും നടപടിയില്ലെന്ന് നാട്ടുകാർ പറയുന്നു. 30-ൽ അധികം നായകളെയാണ് ഇവിടെ വളർത്തുന്നത്. കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ളവരെ നായകൾ ഓടിച്ചിട്ട് കടിക്കാൻ ശ്രമിക്കുന്നത് പതിവ് കാഴ്ചയാണ്. ഈ അയലത്തുള്ളവരെങ്ങനെ കഴിയുന്നുണ്ടോ? ഭയങ്കര കഷ്ടമാണ്. അവർ വളർത്തുന്നെങ്കിൽ കൂട്ടിലിട്ട് പുറത്തോട്ടിറങ്ങാതെ കൂട്ടിലിട്ട് വളർത്തണം, ആൾക്കാർക്ക് ശല്യമാവാതെ. ആർക്കും തന്നെ സ്വൈര്യമായി ഈ വീടിന് മുന്നിലുള്ള റോഡിലൂടെ നടന്നു പോകാൻ കഴിയില്ല. കാരണം എന്തെന്ന് ചോദിച്ചാൽ ഈ വീട്ടിൽ വളർത്തുന്നത് 30-ലധികം നായകളെയാണ്. ഈ നായകൾ കുട്ടികളെ ഉൾപ്പെടെ ഓടിച്ചിട്ട് കടിക്കാൻ ശ്രമിക്കുന്നത് പതിവ് കാഴ്ചയാണ്. ഇന്നലെ അവിടെ നിന്ന് നടന്നിങ്ങോട്ട് വരുമായിരുന്നു. വന്നപ്പോൾ പെട്ടെന്ന് പട്ടികൾ 4 എണ്ണം കടിക്കാനായിട്ട് പിറകെ ഓടി. പേടിച്ച് വേറൊരു വീട്ടിൻ്റെ ഫ്രണ്ടിലോട്ടാണ് കയറിയത്. അവിടെ ആളുള്ളതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ട് പെട്ടെന്ന് അവർ ഇറങ്ങി വന്ന് അവർ പട്ടിയെ തിരിച്ച് ഓട്ടിച്ച് അതങ്ങ് പോയില്ലായിരുന്നെങ്കിൽ ആ പട്ടികൾ അവിടെ ഇട്ട് കടിച്ച് തന്നെ ഇതിനോട് കാണാൻ പറ്റത്തില്ലായിരുന്നു. 4 പട്ടികളുണ്ടായിരുന്നു. പെട്ടെന്നാണ് ഓടി വന്നത്. നായകളെ മാറ്റാൻ നടപടി സ്വീകരിക്കാനായി അധികൃതരുടെ വാതിലുകൾ നിരവധി തവണ നാട്ടുകാർ മുട്ടിയെങ്കിലും ഇതുവരെയും ഒന്നും തന്നെ സംഭവിച്ചില്ല. ഒന്നിച്ചാ വരുന്നത്. ഒരെണ്ണം ഒറ്റയ്ക്കാണെങ്കിൽ നമുക്ക് പിന്നും പേടിയാത്ത 4-5 ഒന്നിച്ച് വന്നാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് അത് ഇവിടുന്ന് എങ്ങനെയെങ്കിലും നമ്മൾ ഒരുപാട് സ്ഥലത്ത് പരാതി കൊടുത്തു. കളക്ടറേറ്റിൽ കൊടുത്ത്, മൃഗസംരക്ഷണ വകുപ്പിൽ കൊടുത്ത്, പിന്നെ പഞ്ചായത്ത് കൊടുത്ത്, പോലീസിൽ കൊടുത്ത്, എല്ലാം കൊടുത്ത്. ആരുടെയും ഒരു ഇതും ഇതുവരെ ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ ദിവസം യുവതിയെയും വിദ്യാർത്ഥികളെ ഉൾപ്പെടെയുള്ളവരെയും വളർത്തുനായകൾ ഓടിച്ചിട്ട് കടിക്കാൻ ശ്രമിച്ച സംഭവമുണ്ട്. 50-100 പട്ടിയുണ്ട്. എല്ലാ പട്ടികളും ഈ റോഡിൽ തന്നെയാണ് കിടത്തയും എല്ലാം. ഇവനെ ഈ ഇടയ്ക്ക് പട്ടി ഓടിച്ച് അടുത്ത വീട്ടിൽ ഓടിക്കറിയില്ലേ, ആ വീടായിരുന്ന ഭാഗ്യമായി. അത് കഴിഞ്ഞ് ഇവന് കടയിൽ പോയ വഴിക്ക് ഇവനെ പട്ടി ഓടിച്ചു. എന്നെ കടിക്കാൻ ഓടിച്ച് ഞാൻ കല്ല് പറക്കി എറിഞ്ഞ് ആണ് രക്ഷപ്പെട്ടത്. ഇന്ന് രാവിലെ എൻ്റെ വൈഫ് ജോലിക്ക് പോയപ്പോഴത്തേക്ക് അവളെയും പട്ടി ഓടിച്ചു. അങ്ങനെ അവസ്ഥയാണ്. എന്തെങ്കിലും ഒരു തീരുമാനം പഞ്ചായത്തിനാലും എവിടുന്നാലും എന്തെങ്കിലും ഒരു തീരുമാനം ഉടനെ തന്നെ ഉണ്ടാവണം. സംഭവത്തിൽ പരാതിയുമായി വരുന്നവരെ നായയുടെ ഉടമ അസഭ്യം പറയുകയും കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് പലപ്പോഴും സംഘർഷാവസ്ഥയ്ക്ക് കാരണമാകുന്നുണ്ട്. ഇപ്പം വളരെ ശല്യം കൂടുതലാണ്. ഒരു 10-20 പട്ടിയെങ്കിലും ഉണ്ട്. ഞങ്ങൾക്ക് ഇതുവഴി നടക്കാൻ പറ്റത്തില്ല. ആളുടെ ചീത്തവിളി ഞങ്ങൾ സഹിക്കണം. ഇവിടുന്ന് ഒരു 10-20 വീട്ടുകാരെങ്കിലും ഈ ഭാഗത്തുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ശല്യമാണ് ഈ പട്ടികളെ കൊണ്ട്. ഞങ്ങൾക്ക് നടക്കാൻ പറ്റത്തില്ല. സ്കൂൾ വിട്ട് വരുന്ന കുഞ്ഞുങ്ങളെ പട്ടി ഓട്ടിക്കും. ഇന്നലെ ഒരു ചേച്ചി ഇവിടെ പട്ടി ഓട്ടിച്ച്, എൻ്റെ ഉമ്മായെ പട്ടി ഓട്ടിച്ച്. ഭയങ്കര ശല്യമാണ്. ഇയാൾക്കെതിരെ നാട്ടുകാർ നൽകിയ പരാതി അന്വേഷിക്കാൻ പോലീസ് സ്ഥലത്തെത്തിയപ്പോൾ ഇവരെ കയ്യേറ്റം ചെയ്ത സംഭവവും ഉണ്ടായി. തുടർന്ന് അറസ്റ്റും പിന്നീട് റിമാൻഡിലുമായി ഇയാൾ അടുത്തിടെയാണ് പുറത്തിറങ്ങിയത്. നായകളും നായയുടെ ഉടമയും പ്രദേശവാസികൾക്ക് നിത്യവും ശല്യമുണ്ടാക്കുന്നു എന്ന പരാതിയിൽ പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇതിന് മേലധികാരികളോട് വിവരം നമ്മൾ പറഞ്ഞിട്ടും അവർക്കൊരു നടപടിയുമില്ല. അന്വേഷണത്തിന് ഇവിടെ വന്നു, കലക്ടറേറ്റ് കൊടുത്തിട്ട് അവർ അന്വേഷണത്തിന് വന്നു. പക്ഷേ അന്വേഷണത്തിന് വന്നിട്ട് പോയിട്ട് ആ പേപ്പർ എന്ത് ചെയ്യുന്നു പോലും നമുക്കറിയത്തില്ല. ഇവിടെ പിന്നെ ആരും വന്നുമില്ല. പട്ടി ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ അടുത്തത് വീണ്ടും പെറ്റത് ഇവിടെ കുറേ കുഞ്ഞുങ്ങളുമായിട്ട് കിടപ്പുണ്ട്. ഇങ്ങനെയുള്ള അവസ്ഥയാണ് നമുക്ക്. നാട്ടുകാർക്ക് ജീവിക്കണ്ടേ? ഈ ഒരൊറ്റ വീടേ ഉള്ളൂ. ആ ഒരു കൂട്ടരെ കൊണ്ടുള്ള ശല്യമാണ് ഈ പരിസരത്തുള്ളവർക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നിരിക്കുന്നത്. കുഞ്ഞുങ്ങൾക്ക് പോലും മുറ്റത്തോട്ട് ഇറങ്ങാൻ മേലാത്ത അവസ്ഥയാണ്. കൂട്ടം കൂടി പട്ടികളെല്ലാം കൂടെ വരിക. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ.